ഹായ് ടീം, ഞാൻ അമൃത സോഹിൻ. ഞാൻ 2015 IT കരിയർ സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോൾ ഈ 2025 ആയപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള IT എക്സ്പീരിയൻസ് ആൻഡ് ഡിഫറെൻറ്റ് പ്രോജക്ട്സിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ്, ഡിഫറെൻറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്ത് ഒരു ലേണിംഗ് സെഷനായിട്ട് ഈ IT ഫീൽഡിലേക്ക് വരുന്ന ന്യൂ കമേഴ്സിന് ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ആഗ്രഹത്തിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിനാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തതും. I hope it will be helpful. Let's start. Okay. Then ഇതെല്ലാമാണ് ഇന്നത്തെ ടോപ്പിക്സ്. അതായത് എന്താണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, അതിൻ്റെ കീ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് മോഡൽസ് ഏതൊക്കെയാണ്, അതുപോലെ അതിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ്, പിന്നെ അതിൻ്റെ കുറച്ച് യൂസ് കേസസ്. ഇതിപ്പോൾ സ്ലൈഡിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും കുറച്ച് ഒരു ടോപ്പിക്സ് നമ്മൾ ഇങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലാരിറ്റി വരും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു ടോപ്പിക് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇത് കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയും, നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയി, ഇനി ഈ ടോപ്പിക്സിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ടോ അതോ നിങ്ങൾക്ക് ക്ലാരിറ്റി വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് കമൻസിൽ പറയും. ഓക്കെ, ദെൻ സ്റ്റാർട്ട്. ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താണ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു എക്സ്പ്ലനേഷനാണ് ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ളത്. ഇസ് ദ ഡെലിവറി ഓഫ് കമ്പ്യൂട്ടിംഗ് സർവീസ് ഓവർ ദ ഇൻ്റർനെറ്റ്. അതായത് നമുക്ക് ഇൻ്റർനെറ്റിലൂടെ എന്തെല്ലാം ആക്സസിബിൾ ആയിട്ടുള്ള സർവീസസ് ഉണ്ടോ അതിനെല്ലാത്തിനും ഒരുമിച്ച് നമ്മൾ പറയണതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജിമെയിൽ അക്കൗണ്ട്. അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവർക്കും കേട്ടിട്ടുണ്ടാവും. ഇമെയിൽ ആക്സസ് ചെയ്യാനായിട്ട് നമുക്കൊരു ജിമെയിൽ അക്കൗണ്ട് എടുക്കുക. ആ ജിമെയിലിൽ ജസ്റ്റ് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആ അക്കൗണ്ടിൻ്റെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് നമ്മൾ അത് ആക്സസ് ചെയ്യാം. അത് ആക്സസ് ചെയ്യണത് എങ്ങനെയാണ്? ഇൻ്റർനെറ്റിലൂടെ. അങ്ങനെ ഇൻ്റർനെറ്റിലൂടെ എന്തെല്ലാം സർവീസസ് നമ്മൾ ആക്സസ് ചെയ്യണോ അതിനെല്ലാം കൂടി പറയുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അപ്പോൾ അതിൻ്റെ സർവീസസ് എന്തെല്ലാം ജസ്റ്റ് കുറച്ച് എക്സാമ്പിളായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ സ്റ്റോറേജ്, ഡാറ്റാബേസ്, സെർവേഴ്സ്, നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർ ആൻഡ് അനലിറ്റിക്സ് എക്സെട്ര. അതെല്ലാം ഒരു IT ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കേൾക്കുന്ന കുറച്ച് ടേംസ് ആണ്. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതെല്ലാം നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് കാണുന്നത്? ഒരു ഓർഗനൈസേഷൻ ഒരു ബിൽഡിംഗ് ഉണ്ടാവും. ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കുറേ കമ്പ്യൂട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ്, പ്രൊജക്ടേഴ്സ്, അങ്ങനെ എന്തെല്ലാമാണോ അവിടെ ആവശ്യമുള്ളത് അതെല്ലാം അവർ അവിടെ അതിൻ്റെ ഉള്ളിൽ അസംബിൾ ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ഉണ്ടാവും. അതിനെ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡാറ്റാബേസസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് വേറെ ഡിഫറെൻറ്റ് സ്റ്റോറേജസ് ഉണ്ടാവും. ഇതെല്ലാമാണ് പൊതുവേ നമ്മൾ കാണുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എല്ലാം വരുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ് എല്ലായിടത്തും കാണുന്നത്. ഇതിപ്പോൾ ഓരോ ഓർഗനൈസേഷനും ഡിഫറെൻറ്റ് ബിൽഡിംഗ്, ഡിഫറെൻറ്റ് റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഇതെല്ലാം ഒരു ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരികയാണ്. അതായത് ഇപ്പോൾ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്ന് പറയുന്നത് ആമസോൺ ഒരു ക്ലൗഡ് പ്രൊവൈഡറാണ്. അത് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസ് ക്ലൗഡാണ് AWS ക്ലൗഡ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് തരുന്നതാണ് അഷ്വർ. ഗൂഗിൾ തരുന്നതാണ് GCP. അങ്ങനെ ഡിഫറെൻറ്റ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഈ ക്ലൗഡ് എന്ന ഈ സർവീസസിലൂടെ, അതായത് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഇതെല്ലാം ആക്സസിബിൾ ആക്കുക. അത് പല ടൈപ്പിൽ അവർ തരുകയാണ്. ഇപ്പം നമ്മൾക്കും യൂസേഴ്സ് ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ച് നമ്മുടെ യൂസ് കേസസും ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഇപ്പം ഞാനൊരു എൻഡ് യൂസറാണ്. ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഒരു ജിമെയിൽ അക്കൗണ്ട് ആക്സസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു എൻഡ് യൂസറാണ്. നമ്മൾ എന്താ ചെയ്യുക? പൊതുവെ നമ്മളവിടെ ജിമെയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആ അക്കൗണ്ടിലത്തെ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം പാസ്വേഡ് നമ്മൾ സേവ് ചെയ്ത് വെക്കും. അത് ഏത് ടൈമിലും ഇൻ്റർനെറ്റിൽ പോയി ജിമെയിൽ എടുത്തു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് നമ്മൾ ആ ഒരു അക്കൗണ്ട് ആക്സസ് ചെയ്യും. നമ്മുടെ ഇമെയിൽസ് ആക്സസ് ചെയ്യും. നമ്മൾ പുതിയ മെയിൽസ് കമ്പോസ് ചെയ്യും. നമ്മൾ ഇമെയിൽസ് എല്ലാം സെൻഡ് ചെയ്യണതും റിസീവ് ചെയ്യണതെല്ലാം ആ ഒരു അക്കൗണ്ടിലൂടെ നമ്മളത് ആക്സസിബിൾ ആണ്. അതേപോലെ ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്.
ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ എനിക്ക് ഇത്രയല്ല എൻ്റെ റിക്വയർമെൻറ്റ്. എനിക്ക് എൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആവശ്യമാണ്. ആ പ്ലാറ്റ്ഫോം ആവശ്യമാകുമ്പോൾ നമുക്ക് റിക്വയർമെൻറ്റിൽ നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ കൊണ്ടുപോയി റൺ ചെയ്യാനുള്ളൊരു പ്ലാറ്റ്ഫോം റിക്വയർഡ് ആണ്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം നമുക്ക് ഇതേപോലെയുള്ള ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ഒരു സർവീസായിട്ട് തരുന്നുണ്ട്. അപ്പോൾ ആ പ്രൊവൈഡേഴ്സിൻ്റെ അതിൻ്റെ സർവീസിൽ നമ്മുടെ റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആണ്. അപ്പം നമുക്ക് ഇവിടെ തരുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പം അതിനെ നമ്മളൊരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് ആയിട്ടാണ് ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരുന്നത്. ഇനീഷ്യലി നമ്മൾ പറഞ്ഞ ജിമെയിൽ അക്കൗണ്ട് അതൊരു സോഫ്റ്റ്വെയർ ആണ് നമ്മളവിടെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ട് നമുക്ക് അവർ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയായിട്ടുള്ള സർവീസസ് തരണം. ഇനിയിപ്പോൾ ഞാനൊരു IT അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ ഒരുവിധം എല്ലാ ഓർഗനൈസേഷനിലും IT അഡ്മിനിസ്ട്രേറ്റീവ് ടീംസ് ഉണ്ടാവും. അതായത് അവരാണ് മെയിൻലി ഇവിടുത്തെ ഹാർഡ്വെയർ, അതായത് അവിടുത്തെ ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് വേണം, ആ കമ്പ്യൂട്ടറിൽ എന്തൊക്കെ കണക്ഷൻ വേണം, അവിടുന്ന് ഏതൊക്കെ അപ്ലയൻസ് ആയിട്ട് അതിനെ കണക്ട് ചെയ്യണം, അതെല്ലാം തീരുമാനിച്ച് അതിനെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അതെല്ലാം പ്രൊവിഷൻ ചെയ്യുന്നതെല്ലാം ഈ IT അഡ്മിനിസ്ട്രേറ്റീവ് ടീമിലത്തെ ആൾക്കാരായിരിക്കും. അവരുടെ ഇതേ യൂസ് കേസ് ആയിരിക്കും ഇപ്പോൾ നമുക്ക് ഏതൊരു എൻവയോൺമെൻറ്റിലേക്ക് പോയിട്ട്, ഇപ്പോൾ അതായത് ഇപ്പോൾ ഒരു ക്ലൗഡ് അവർ യൂസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് അവർക്കൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ വേണം. പക്ഷെ അതും നമുക്കുള്ള ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരേ ഒരു ഡിഫറൻസേ ഉള്ളൂ, നമ്മുടെ ഹാർഡ്വെയർ എല്ലാം നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ അവിടെ സെറ്റ് ചെയ്ത ഹാർഡ്വെയർസ് അല്ല, പകരം ഹാർഡ്വെയർസ് എല്ലാം ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തന്ന് അവരതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ തരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ AWS ക്ലൗഡിൻ്റെ പറയുകയാണെന്ന് വെച്ചാൽ EC2 എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റൻസ്, അതായത് ഒരു വെർച്വൽ മെഷീൻ. നമ്മൾ വെർച്വൽ മെഷീൻ അവിടെ നിന്ന് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരുന്ന ഒരു വെർച്വൽ മെഷീൻ നമ്മൾ പ്രൊവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ കംപ്ലീറ്റ് ആ പ്രൊവിഷൻ ചെയ്യുന്നത് വരെ അതെങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പിന്നെ നമ്മളാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഈ IT അഡ്മിനിസ്ട്രേറ്റീവ് ടീമിന് അതായിരിക്കും അവിടുത്തെ റിക്വയർമെൻറ്റ്. അപ്പോൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസായി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡലിനെ പറയുകയാണ് IaaS. ഈ ഡിഫറെൻറ്റ് സർവീസസ് ഡിഫറെൻറ്റ് വേ ഓഫ് ആക്സസ് ചെയ്യാണ്. അതായത് അതിന് എങ്ങനെയാണ് പറയുക വെച്ചാൽ ഒരു എത്ര ലെവൽ ഓഫ് കൺട്രോൾ ഉണ്ട് അതിനെയും കൂടിയും കൺസിഡർ ചെയ്തിട്ടാണ് അത് എങ്ങനെ ആക്സസ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ടോപ്പിക്സിൽ നമ്മൾ പറഞ്ഞു ഈ ഒരു ഡിഫറെൻറ്റ് വേ ഓഫ് മോഡൽ ഓഫ് ആക്സസിനെ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യണത് ഇങ്ങനെയാണ്. അപ്പോൾ അതൊരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കണം. വീണ്ടും നമ്മൾ ഗോയിങ് ഫോർവേഡ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇപ്പോൾ ഒരു പിക്ചർ ഫോമിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താൽ കൂടുതൽ ക്ലാരിറ്റി വരും. ഇനി ഇതിൻ്റെ അടുത്ത ടോപ്പിക്കായ കീ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്. ഇപ്പോൾ കോസ്റ്റ് സേവിങ്, സെക്യൂരിറ്റി, ഫ്ലെക്സിബിലിറ്റി, ആക്സസിബിലിറ്റി, ഇങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സ് ഞാൻ ഇവിടെ ആയിരുന്നു. ഒരുപാട് അതർ ബെനിഫിറ്റ്സും ഉണ്ട്. ഇതിൽ മെയിൻലി ഇപ്പോൾ നമ്മൾ പറയുക വെച്ചാൽ ഇതെങ്ങനെയാണ് ഒരു ക്ലിയർ ആക്കുക. കോസ്റ്റ് സേവിങ്, ഇപ്പം നമ്മൾ കോസ്റ്റ് സേവിങ്സിൻ്റെ മെയിൻ കാര്യം എങ്ങനെയാണ് പറയുക വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മളൊരു പുതിയൊരു അവരൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അവരുടെ റിക്വയർമെൻ്റ് അതാണ്. നമ്മളൊരു സാധനം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ഡെവലപ്മെൻറ്റ് ടീം വേണം, പിന്നെ ഒരു ടെസ്റ്റിംഗ് ടീം വേണം, പിന്നെ അതിന് മുമ്പ് പ്രൊഡക്ഷന് പോകുന്നതിന് മുമ്പ് ഒരു ടെസ്റ്റിംഗ് ചെയ്യാൻ പ്രീ പ്രൊഡക്ഷൻ ഒരു എൻവയോൺമെൻറ്റ് വേണം, പ്രൊഡക്ഷൻ എൻവയോൺമെൻറ്റ് വേണം. ഇതിപ്പോൾ നമ്മൾ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പറഞ്ഞതിന് മുമ്പാണെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഇവർക്ക് ഡിഫറെൻറ്റ് ടീമിന് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സും ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റും ഇതെല്ലാം ചെയ്യാൻ വേണ്ടി റിക്വയർഡാണ്. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ എന്നിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. ഈ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ട് അത് ലൈവ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഡെവലപ്മെൻറ്റ് ടീമിനും ടെസ്റ്റിംഗ് ടീമിനും ഇതേപോലെ വർക്ക് വരില്ല. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ അന്നുണ്ടായിരുന്ന അത്ര റിക്വയർഡ് റിസോഴ്സസും ആവശ്യമില്ല. അതുപോലെ അത്രയും ചില എൻവയോൺമെൻറ്റ്സ് കംപ്ലീറ്റ്ലി നമുക്ക് ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന ഒരു യൂസ് കേസ് വരും. പക്ഷേ ഇതിപ്പോൾ ഒരു ഓർഗനൈസേഷനിലാണെങ്കിൽ നമുക്കത് എക്സ്ട്രാ എഫേർട്ടാണ്. അതായത് ഇതെല്ലാം ഡിഅസംബിൾ ചെയ്ത് നമുക്ക് വേറെ റിക്വയർമെൻറ്റ് വരുന്ന വരെ അതിനെ വെയിറ്റ് ചെയ്ത് അത് അവിടേക്ക് യൂസ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പോൾ നമ്മൾ ക്ലൗഡ് യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിലെല്ലാം പേ ആസ് യു ഗോ മോഡലാണ്. അതായത്
നമ്മൾ എന്താണോ റിക്വയർഡ് ആയിട്ടുള്ളത് ആ റിക്വയർഡ് ആയ സാധനത്തിന് അപ്പോൾ പ്രൊവിഷൻ ചെയ്യുക. അപ്പം നമ്മളതിൻ്റെ ആവശ്യം കഴിഞ്ഞു, നമ്മളിപ്പോൾ ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെ വർക്ക് എല്ലാം കഴിഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടെർമിനേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്ത എല്ലാ റിസോഴ്സസും നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് ആ എൻവയോൺമെൻറ്റ് വരെ നമുക്ക് ടെർമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ ഇവിടെ റിക്വയർഡ് ആയപ്പോൾ അതേപോലെ ഇപ്പോൾ ഒരു യൂസേഴ്സ് ആഡ് ചെയ്തു. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ടീം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് പെട്ടെന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് കൂടുതൽ റിസോഴ്സസ് ആവശ്യമുണ്ട്. അതിനു വേണ്ടി നമ്മൾ കൂടുതൽ പ്രൊവിഷൻ ചെയ്യാനും നമുക്ക് അവിടെ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെയാണ് അത് ടെർമിനേറ്റ് ചെയ്യണം. അത് നമ്മൾ ചെയ്യുമ്പോൾ ഉണ്ടാവണ ആ കോസ്റ്റ് സേവിങ്. ഇപ്പോൾ ഓരോ ഓർഗനൈസേഷനും നമ്മൾ പേ ആസ് യു ഗോ മോഡൽ, അതായത് ഏതാണോ ആവശ്യമുള്ള സാധനം യൂസ് ചെയ്യുക, ആവശ്യമില്ലാത്തത് അപ്പം തന്നെ ടെർമിനേറ്റ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കോസ്റ്റ് സേവിങ്സിന് ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ അവരുടെ ഈ ഒരു ആപ്ലിക്കേഷന് എപ്പോഴും ഒരു പീക്ക് ടൈം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചില പെർട്ടിക്കുലർ ഇപ്പോൾ ഒരു അക്കൗണ്ട്, ഇപ്പോൾ നമുക്ക് ആമസോൺ സെയിൽ പോലെ എന്തെങ്കിലും പറയാനിരിക്കുക, അങ്ങനെ ഒരു സെയിൽ വരുന്ന സമയത്ത് അവരുടെ നമ്പർ ഓഫ് ട്രാഫിക് മോർ ആയിരിക്കും. ആ മോർ ആയ സമയത്ത് അവർക്ക് എന്താ വേണ്ടത്, ഒരു റിസോഴ്സസ് കൂടണം. അത് പക്ഷെ ആ പെർട്ടിക്കുലർ ടൈമിലേ കൂടുന്നു. അങ്ങനെ വരുമ്പോൾ ഈ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അതിന് ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോൾ ഓട്ടോ സ്കെയിലിംഗ് അങ്ങനെയെല്ലാം പറഞ്ഞാൽ, അതായത് ഈ ട്രാഫിക് കൂടുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അവർ റിസോഴ്സസ് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞ് ഈ ഒരു ടൈം കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കായിട്ട് അത് കുറയും. ഇങ്ങനെയെല്ലാം വരുമ്പോൾ അവർക്ക് ഒരുപാട് കോസ്റ്റ് സേവിങ്സ് ഓരോ ഓർഗനൈസേഷനും കിട്ടും. അതേപോലെ സെക്യൂരിറ്റി. ഇപ്പം എല്ലാ എൻവയോൺമെൻറ്റും ഒരേപോലെ ഹൈ സെക്യൂരിറ്റിയുടെ റിക്വയർമെൻ്റ് ഇല്ല. പകരം എന്താ വെച്ചാൽ അത് ആക്സസ് ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ടീം എന്ന് പറയുമ്പോൾ ആ ടീമിന് മാത്രമാണ് നമ്മളതിന് ആക്സസ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്ത്, ഈ സെക്യൂരിറ്റി മെഷേഴ്സിനും ഡിഫറെൻറ്റ് സെക്യൂരിറ്റി സർവീസസ് ഡിഫറെൻറ്റ് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് തരുന്നുണ്ട്. ഇപ്പോൾ അതിലത്തെ ഈ സർവീസസ് നമ്മളൊരു ഹയർ എൻവയോൺമെൻറ്റാണ് വെച്ചെങ്കിൽ ഒരുപാട് എക്സ്ട്രാ സെക്യൂരിറ്റി മെഷേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് അത്രയും സെക്യൂർ ആണ്. പക്ഷെ അത്രയ്ക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ ലോവർ എൻവയോൺമെൻറ്റ്സിന് ആവശ്യമില്ല. ഇപ്പോൾ ഹയർ എൻവയോൺമെൻറ്റ് പബ്ലിക്കിൽ ആക്സസ് ചെയ്യണ പോലെ ലോവർ ഡെവലപ്മെൻറ്റ് ടീമിൻ്റെയോ ടെസ്റ്റിംഗ് ടീമിൻ്റെയോ എൻവയോൺമെൻറ്റ് ആക്സസ് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് ഓരോ എൻവയോൺമെൻറ്റ് വൈസും നമുക്ക് സെക്യൂരിറ്റി നമുക്ക് റിക്വയർഡ് ആയ സെക്യൂരിറ്റി മെഷേഴ്സ് എടുക്കാം. അതിലും അവർക്ക് സെക്യൂരിറ്റി കൺഫേം ചെയ്യാം. ഇപ്പോൾ വൾണറബിലിറ്റി കുറവായിരിക്കും, അതേപോലെ സെക്യൂരിറ്റി ബ്രീച്ചസ് കുറവായിരിക്കും എന്നവർക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അതേപോലെയാണ് ഫ്ലെക്സിബിലിറ്റി. ഇപ്പോൾ പറഞ്ഞു നമ്മൾ ഇപ്പോൾ നമ്പർ ഓഫ് റിസോഴ്സസ് ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു ടെസ്റ്റിംഗ് ടീമിന് ഇത് പെട്ടെന്ന് തീർക്കേണ്ട ഒരു ടൈമിന് നമുക്ക് നമ്പർ ഓഫ് റിസോഴ്സസ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്പർ ഓഫ് ടെസ്റ്റിംഗ് റിസോഴ്സസ് ആഡ് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യണം എന്നുണ്ടെച്ചാലും നമുക്ക് ഭയങ്കര ഫ്ലെക്സിബിളാണ്. എപ്പോൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിൽ അത് കുറയ്ക്കാം. അങ്ങനെ ഫ്ലെക്സിബിളാണ്. അതേപോലെ ആക്സസിബിലിറ്റി. ഇത് നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റിലൂടെയാണ് ആക്സസ് ചെയ്യണത്. അത് നല്ലൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ നമുക്ക് ഉണ്ടാവണമെന്നേ ഉള്ളൂ. നമുക്കത് എപ്പോഴും ആക്സസിബിൾ ആയിരിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ കുറച്ച് കീ ബെനിഫിറ്റ്സ് പറയുന്നത്. പിന്നെ ഇപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഈ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ്, പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്, ഇതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് സർവീസ് മോഡൽസ്. അതുപോലെ ഇതിപ്പോൾ നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു, ഇപ്പം ഞാനൊരു എൻഡ് യൂസർ ആണെങ്കിൽ എനിക്കൊരു സോഫ്റ്റ്വെയർ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം, നമുക്കത് മാത്രം ആക്സസ് ചെയ്യാൻ മതി. ഒരു ഡെവലപ്പർ ആണെങ്കിൽ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ്, IT അഡ്മിനിസ്ട്രേറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ സർവീസ്. അതിൻ്റെ കൺട്രോൾ ലെവൽ നമ്മളിപ്പോൾ എൻഡ് യൂസറിന് കുറച്ച് ആ ഒരു അക്കൗണ്ട് മാത്രം നമ്മൾ മാനേജ് ചെയ്താൽ മതി. അതിൻ്റെ ബാക്ക് എൻഡിൽ എന്തെല്ലാം നടക്കണോ, അതിൻ്റെ പ്ലാറ്റ്ഫോം ഏതാണ്, അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്, അതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരുടെ കൺട്രോൾ ലെവൽ ഭയങ്കര കുറവാണ്. അതൊന്ന് കുറച്ച് കൂടുതലായിരിക്കും ഡെവലപ്പേഴ്സിന്. IT അഡ്മിനിസ്ട്രേറ്റർക്ക് അവരുടെ റിക്വയർമെൻറ്റ് തന്നെ അവർക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യണം. അപ്പോൾ അവർക്ക് കൺട്രോൾ ലെവൽ മോർ ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ സാസ് എന്ന് പറയുന്നത് ജിമെയിൽ അക്കൗണ്ട് ഒരു എക്സാമ്പിളാണ്. ഓഫീസ് 365 എക്സാമ്പിളാണ്. പാസ് AWSൻ്റെ ഒരു ഇലാസ്റ്റിക് ബീൻ സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു സർവീസ് പാസിന് എക്സാമ്പിളാണ്. ഗൂഗിളിൻ്റെ ഗൂഗിൾ ആപ്പ് എൻജിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. അയാസിൻ്റെ AWS EC2 ഗൂഗിൾ കമ്പ്യൂട്ട് എൻജിൻ, ഇതെല്ലാമാണ് അയാസിൻ്റെ എക്സാമ്പിൾസ്. തന്നെ ഒരു ടാബുലർ ഫോമിൽ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ
ഇപ്പോൾ ഒരു ഓൺ പ്രൊമൈസിലാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഈ കസ്റ്റമർ തന്നെയാണ് ഇതെല്ലാം മാനേജ് ചെയ്യണത്. അതായത് നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, സെർവേഴ്സ്, വെർച്വലൈസേഷൻ, OS, മിഡിൽ വെയർ, റൺ ടൈം, ഡാറ്റ, ആപ്ലിക്കേഷൻ, ഈ കമ്പോണൻസ് എല്ലാം ഓൺ പ്രൊമൈസിൽ കസ്റ്റമേഴ്സാണ് മാനേജ് ചെയ്യണത്. പക്ഷേ ഇപ്പോൾ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുമ്പോൾ IaaSൽ ഇപ്പോൾ നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ്, സെർവേഴ്സ്, വെർച്വലൈസേഷൻ, ഇതെല്ലാം പ്രൊവൈഡേഴ്സ്, അതായത് ക്ലൗഡ് പ്രൊവൈഡേഴ്സ് അത് മാനേജ് ചെയ്യും. റെസ്റ്റ് ഓൾ നമ്മൾ മാനേജ് ചെയ്യണം. അതായത് OS നമ്മളാണ് സ്പെസിഫൈ ചെയ്യേണ്ടത്. നമുക്ക് ലൈനക്സ് OS വേണോ, വിൻഡോസ് വേണോ, ഉബുണ്ടു വേണോ എന്നൊക്കെ ഉള്ളത്. എന്നിട്ട് നമ്മളത് പ്രൊവിഷൻ ചെയ്യും. അതിൻ്റെ എങ്ങനെ എന്തെല്ലാമാണ് അതിൻ്റെ മിഡിൽ വെയർ, അതിൻ്റെ കണക്ടിവിറ്റി, ഏത് സെർവർ ഇതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇത് എവിടെയാണ് നമ്മൾ പ്രൊവിഷൻ ചെയ്യേണ്ടത്, ഇതെല്ലാം നമ്മളാണ് തീരുമാനിക്കുന്നത്. റൺ ടൈം ഇതിപ്പോൾ നമുക്ക് എപ്പോഴാണ് ഈ സെർവറിന് ആവശ്യം, എപ്പോഴാണ് അത് ഷട്ട് ഡൗൺ ചെയ്യേണ്ടത്, എപ്പോഴാണ് അത് റൺ ചെയ്യേണ്ടത്, എല്ലാം നമ്മളാണ് സ്പെസിഫൈ ചെയ്യുക, നമ്മളാണത് മാനേജ് ചെയ്യുക. അതേപോലെ അതിലേക്ക് ഏത് ഡാറ്റ കൊടുക്കണം, ബുട്ടപ്പ് ടൈമിൽ ഏത് സ്ക്രിപ്റ്റ് റൺ ചെയ്ത് എന്തൊക്കെയാണ് അതിൽ കൊടുക്കേണ്ട ഡാറ്റാസ്, അതുപോലെ നമ്മുടെ ആപ്ലിക്കേഷൻ റിലേറ്റഡ് എന്ത് ഡാറ്റയാണ് ആവശ്യം, ഇതെല്ലാം കസ്റ്റമറാണ് മാനേജ് ചെയ്യണത്. അതിപ്പോൾ SaaS എന്ന് പറയുമ്പോൾ പ്രൊവൈഡേഴ്സിൻ്റെ ഡ്യൂട്ടി കൂടും, കസ്റ്റമേഴ്സിൻ്റെ ഡ്യൂട്ടി കുറയും. അതായത് അപ് ടു റൺ ടൈം പാസിൽ പ്രൊവൈഡേഴ്സാണ് അവർ മാനേജ് ചെയ്യുക. ഡാറ്റ ആൻഡ് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ ഒരു പാസ് സർവീസിൽ നമ്മൾ കസ്റ്റമർ മാനേജ് ചെയ്യുള്ളൂ. അതേപോലെ SaaS പറയുമ്പോൾ കംപ്ലീറ്റ്ലി പ്രൊവൈഡേഴ്സ്. ഓക്കെ, ഇത് ഒരു PPT സ്ലൈഡിലാക്കിയെന്നുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ക്ലൗഡ് മോഡൽ കംപ്ലീറ്റ്ലി പേ ആസ് യു ഗോ മോഡൽ. ഇതാണ് പാസിനെ കുറച്ച് ഡീറ്റെയിൽ. SaaS ഇതാണ് ക്ലൗഡിൻ്റെ ഡിപ്ലോയ്മെൻറ്റ് മോഡൽസ് ആൻഡ് യൂസ് കേസസ്. ഇതിൽ പറഞ്ഞ പോലെ ഡിപ്ലോയ്മെൻറ്റ്സ്, പബ്ലിക് ക്ലൗഡ്, പ്രൈവറ്റ് ക്ലൗഡ്, ഹൈബ്രിഡ് ക്ലൗഡ്. ഇതെന്താണെന്ന് വെച്ചാൽ പബ്ലിക് ക്ലൗഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞ AWS ക്ലൗഡ്, അഷ്വർ ക്ലൗഡ്, GCP, ഇതെല്ലാം ക്ലൗഡ് പ്രൊവൈഡേഴ്സായ ഇപ്പോൾ ആമസോൺ തരുന്ന AWS ക്ലൗഡ്, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് തരുന്ന അഷ്വർ ക്ലൗഡ്, ഇതെല്ലാം പബ്ലിക്കലി അവൈലബിൾ ആണ്. അതായത് ഏത് പബ്ലിക് യൂസറിനും നമുക്കൊരു അക്കൗണ്ട് ഈ ക്ലൗഡിൽ ക്രിയേറ്റ് ചെയ്യാം. ആ ക്ലൗഡിൽ നമുക്ക് അതിൻ്റെ ക്ലൗഡ് സർവീസസ് യൂസ് ചെയ്യാം. അത് അങ്ങനെ ഒരു പബ്ലിക്കലി ആക്സസിബിൾ ആയ ക്ലൗഡ് എന്ന് പറയുന്നതാണ് പബ്ലിക് ക്ലൗഡ്. ഇപ്പോൾ AWS, അഷ്വർ, GCP ഇതെല്ലാം അതിൻ്റെ എക്സാമ്പിളാണ്. ഇതേപോലെ ഈ പബ്ലിക് ക്ലൗഡിനെ പോലെ വേറെ ഒരു ഓർഗനൈസേഷന് ഒരു പെർട്ടിക്കുലർ റിക്വയർമെൻറ്റ് വന്നു, അവർ പ്രൈവറ്റ്ലി അവർക്കൊരു ക്ലൗഡ് റിക്വയർഡ് ആണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ക്ലൗഡിനെ പറയുന്നതാണ് പ്രൈവറ്റ് ക്ലൗഡ്. അതിൽ എല്ലാ ക്ലൗഡ് സർവീസസും ക്ലൗഡ് ഫീച്ചേഴ്സും എല്ലാം ആഡഡ് ആയിട്ട് നമുക്ക് ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന് ഒരു പ്രൈവറ്റ് ക്ലൗഡ് ഉണ്ടാക്കും. അതിൻ്റെ മെയിൻലി അതിൻ്റെ ആക്സസിബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ ഇൻറ്റേർണൽ യൂസേഴ്സ് അല്ലെങ്കിൽ അവരുടെ കസ്റ്റമേഴ്സ്, ഇവർക്ക് മാത്രം ആക്സസിബിൾ ആക്കി കൊടുക്കുന്ന ഒരു ക്ലൗഡ്, അതിന് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വിളിക്കും. ഈ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെയും കോമ്പിനേഷൻ. അതായത് പബ്ലിക് ക്ലൗഡും പ്രൈവറ്റ് ക്ലൗഡും നമുക്ക് ഇപ്പോൾ അതേപോലെ ഇപ്പോൾ പ്രൈവറ്റ് ക്ലൗഡിന് പകരം നമുക്കിപ്പോൾ ഓൺ പ്രൊമൈസിൽ ഒരു എൻവയോൺമെൻറ്റ് ഉണ്ട്. ആ ഓൺ പ്രൊമൈസ് എൻവയോൺമെൻറ്റ് നമുക്ക് പബ്ലിക് ക്ലൗഡായിട്ട് കണക്ട് ചെയ്യാൻ പല സർവീസസും എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മോസ്റ്റ് സെക്യൂർ വേയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. രണ്ട് ഡാറ്റ നമുക്ക് സെക്യൂർ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനും ആക്സസ് ചെയ്യാനും എല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ ഈ പ്രൈവറ്റ് ക്ലൗഡിനെയും പബ്ലിക് ക്ലൗഡിനെയും കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഓൺ പ്രൊമൈസിനെയും പബ്ലിക് ക്ലൗഡിനെയും കണക്ട് ചെയ്ത് എല്ലാം രണ്ടും കൂടി ആക്സസിബിൾ ആയിട്ടുള്ള കേസസിനെ നമ്മളതിനെ ഹൈബ്രിഡ് ക്ലൗഡ് എന്ന് പറയുന്നു. അപ്പോൾ ഹൈബ്രിഡ് ക്ലൗഡിന് കോമ്പിനേഷൻ ഓഫ് പബ്ലിക് ക്ലൗഡ് ആൻഡ് പ്രൈവറ്റ് ക്ലൗഡ് എന്ന് വിളിക്കാം. ഇതാണ് മെയിൻലി 3 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡിപ്ലോയ്മെൻറ്റ്സ്. ഇനി യൂസ് കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ്, ഡിസാസ്റ്റർ റിക്കവറി, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്, ഇതെല്ലാം കുറച്ച് യൂസ് കേസസ് ആണ്. ക്ലൗഡ് യൂസ് ചെയ്യുന്ന കുറച്ച് യൂസ് കേസസ് ആണ്. ഇതിലെ ഫസ്റ്റ് വൺ ഡാറ്റ സ്റ്റോറേജ് ആൻഡ് ബാക്കപ്പ്. ഇപ്പോൾ നമ്മളൊരു ഓർഗനൈസേഷനിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷൻ കറൻ്റ്ലി ഇൻ പ്രൊഡക്ഷനിലാണ്, ലൈവ് ഡാറ്റ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇതിലത്തെ ഈ ലൈവ് ഡാറ്റാസ് നമുക്ക് സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ നമുക്ക് ഒരു ഓർഗനൈസേഷനിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറേജ് മെക്കാനിസം നമ്മളതിനെ യൂസ് ചെയ്യണത് ചാൻസ് കുറവാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഡാറ്റ നമ്മൾ
ഈ കറണ്ട് ലൈവ് ഡാറ്റ പോലെ ഫ്രീക്വൻ്റ് ആയിട്ട് അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. അങ്ങനെ ഒരു യൂസ് കേസ് ആണെന്ന് വിചാരിക്കാം. അത് നമ്മളൊരു ബാക്കപ്പ് എന്ന മോഡലിൽ നമുക്ക് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണം. അങ്ങനത്തെ ഈ ഒരു യൂസ് കേസ് വരുമ്പോൾ പൊതുവേ ക്ലൗഡാണ് യൂസ് ചെയ്യുക. ഈ ക്ലൗഡ് ഇപ്പോൾ AWS ക്ലൗഡിലെ ഒരു സ്റ്റോറേജ് സർവീസാണ് S3 ബക്കറ്റ്. ഈ S3 ബക്കറ്റ് എല്ലാം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് അതിന്. അതിൽ നമുക്ക് ഒരു കോസ്റ്റ് ഒരുപാട് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് S3 ബക്കറ്റ് യൂസ് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്കൊരു ബാക്കപ്പായി ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യണം. ആ ഡാറ്റ അധികം ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യില്ലെങ്കിൽ ഇൻഫ്രീക്വൻ്റ് ആക്സസ് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് S3യിൽ ഒരുപാട് കോസ്റ്റ് കുറച്ച് വളരെ ചീപ്പായിട്ട് ആ സർവീസ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിപ്പോൾ ചില ഓർഗനൈസേഷൻ പോളിസി ആയിരിക്കും ഒരു പെർട്ടിക്കുലർ ഇയർ വരെ നമ്മൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യണം, അതൊരു ബാക്കപ്പായി വെക്കണം എന്നുള്ളത്. അങ്ങനത്തെ കേസിൽ ജനറലി ഈ ക്ലൗഡ് ഓപ്ഷൻ എടുക്കും. അപ്പോൾ ഈ ഡാറ്റ നമ്മൾ അവിടെ കൊണ്ടുവയ്ക്കാം. അവിടെ ആർക്കൈവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അവിടെ ഇൻഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ പല ഓപ്ഷൻസിൽ കൊടുക്കും തോറും നമുക്ക് കോസ്റ്റ് ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ യൂസ് കേസിൽ ക്ലൗഡ് യൂസ് ചെയ്യാറുണ്ട്. അടുത്തൊരു യൂസ് കേസാണ് ഡിസാസ്റ്റർ റിക്കവറി. ഈ ഡിസാസ്റ്റർ റിക്കവറി എന്ന് പറയുന്നത് DR എൻവയോൺമെൻറ്റ്. അത് ജനറലി നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷനിലുള്ള ഒരു എക്സിസ്റ്റിംഗ് എൻവയോൺമെൻറ്റിനെ എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്ററോ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും വന്ന് നമുക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് ആക്സസിബിൾ അല്ലെങ്കിൽ ആ സമയത്ത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യേണ്ട ഒരു എൻവയോൺമെൻ്റ് ആയിട്ട് ഒരു ഡിസാസ്റ്റർ റിക്കവറി എൻവയോൺമെൻറ്റ് പൊതുവെ ക്ലൗഡിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എന്താ ബെനിഫിറ്റ് വെച്ചാൽ നമുക്ക് അത് റിക്വയർഡ് ആവുന്ന ടൈമിൽ മാത്രം അപ്പ് ആൻഡ് റണ്ണിങ് ആക്കിയാൽ മതി. ബാക്കിയുള്ള ടൈമിൽ ഷട്ട് ഡൗൺ ചെയ്ത് വെക്കാം. അങ്ങനെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ പെട്ടെന്ന് അപ്പ് ആൻഡ് റണ്ണിങ് ആക്കുക, എല്ലാ ട്രാഫിക്കും അവിടേക്ക് സ്വിച്ച് ചെയ്യുക, എന്നിട്ട് ആ എൻവയോൺമെൻറ്റ് സിമിലർ എൻവയോൺമെൻ്റ് ആയിരിക്കും അത് റൺ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അടുത്ത ഓപ്ഷൻ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതേപോലെ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ്. ഇപ്പോൾ ഒരു ഓർഗനൈസേഷന് ഒരു പുതിയ റിക്വയർമെൻ്റ് ആയിട്ട് ഒരു പുതിയൊരു പ്രോജക്റ്റിൻ്റെ റിക്വയർമെൻറ്റ് വന്നു. അതിൻ്റെ നമ്മൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് നമ്മൾ ചെയ്ത് നോക്കണം. അതിന് ശേഷം അത് കൺഫേം ചെയ്യുന്നുള്ളൂ. അതിനുശേഷം അത് ഡിസൈഡ് ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു ടെമ്പററി എൻവയോൺമെൻറ്റ് ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനത്തെ ഒരു കേസിലും എല്ലാം ക്ലൗഡ് എന്ന ഓപ്ഷനാണ് അവിടെ കൂടുതൽ വരിക. അപ്പോൾ നമ്മൾ ക്ലൗഡിൽ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും ടെസ്റ്റിംഗ് എല്ലാം ചെയ്തു. ഇനി അത് തന്നെ അവർക്ക് മോർ സെക്യൂർ ആക്കി ഗോയിങ് ഫോർവേഡ് ഹയർ എൻവയോൺമെൻ്റ് ആക്കി മാറ്റണമെങ്കിലും അല്ലെങ്കിൽ വേറൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് മോർ സെക്യൂർ ആയ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം അവിടേക്ക് മൂവ് ചെയ്യിക്കണമെങ്കിൽ എല്ലാം ഓപ്ഷൻസും ക്ലൗഡ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പൊതുവെ ഇങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നാൽ തന്നെ നമ്മൾ ചൂസ് ചെയ്യുക ക്ലൗഡാണ്. ഇതെല്ലാമാണ് കുറച്ച് യൂസ് കേസസ് ഓഫ് ക്ലൗഡ്. അപ്പോൾ ഇതിൽ ഒരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കണം. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മൾ ഈ കവർ ചെയ്ത ടോപ്പിക്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയൂ, ഞാൻ നോക്കാം. ടൈം കിട്ടുന്നതിനനുസരിച്ച് അതൊരു പുതിയ വീഡിയോ ആയിട്ട് ഇടാനോ അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ശ്രമിക്കാം. ഞാൻ കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള AWS ക്ലൗഡിലാണ്. അപ്പോൾ ഗോയിങ് ഫോർവേഡ് AWS ക്ലൗഡിൻ്റെ ആൻഡ് ഫർദർ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ഡിഫറെൻറ്റ് ടോപ്പിക്സുമായിട്ട് വരാം. അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ ബൈ.